ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സഹ്ല. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു മേക്ക് ഓവർ വീഡിയോ ആണ്. ഞങ്ങളുടെ ലിവിംഗ് കം ഡൈനിങ് സ്പേസിൽ കുറച്ച് റീഅറേഞ്ച്മെൻറ്റ്സും ചേഞ്ചസൊക്കെ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഇപ്പോൾ ഈ ഹാൾ എങ്ങനെയാണെന്നുള്ളത് കാണാം. അതിനുശേഷം മുമ്പ് ഇതെങ്ങനെയായിരുന്നെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതൊരു 2 BHK അപ്പാർട്ട്മെൻ്റ് ആണ്. അധികം വലുതുമല്ല എന്നാൽ ചെറുതും അല്ലാത്തൊരു ഹാളാണ് ഇതിൽ വരുന്നത്. ഡൈനിങ് സ്പേസ് സെപ്പറേറ്റ് ആയിട്ടില്ല. ഈ ഒരു ഹാളിൽ തന്നെയാണ് ലിവിങ്ങും ഡൈനിങ്ങും വരുന്നത്. ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കോറിഡോർ സ്പേസിലാണ്. മെയിൻ ഡോറ് കടന്നു വന്നാൽ ഒരു കോറിഡോർ സ്പേസ് ആണ്. അപ്പോൾ ഇവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മെയിൻ ഹാളിലേക്കുള്ള ഡോറ്. പിന്നെ ഈ നേരെ കാണുന്നതൊരു പാസേജാണ്. ഇവിടെ നിന്നാണ് 2 ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കും പിന്നെ ഒരു കോമൺ ബാത്റൂമും ഉണ്ട്. അവിടേക്കൊക്കെ ഉള്ള ആക്സസ് ഇവിടെ നിന്നാണ്. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ഹോം ടൂർ ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യാം. ഇതാണ് ഹാളിലേക്കുള്ള ഡോറ്. ഇവിടെ നമ്മുടെ നോർമൽ സൈസിലുള്ള ഡോറില്ലേ, അതുപോലത്തെ 2 ഡോറ് വരുന്നുണ്ട്. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാലാണ് ഹാള് വരുന്നത്. ഇതൊരു സെപ്പറേറ്റ് ആയിട്ടൊരു റൂമായിട്ടാണ് ഹാള്. നമ്മുടെ നാട്ടിലേക്കുള്ള പോലെ അങ്ങനെ കോമൺ ആയിട്ടുള്ളൊരു ഹാളല്ല. ഇവിടെയൊക്കെ അധികം ഇങ്ങനെ റൂമായിട്ട് തന്നെയാണ്, സെപ്പറേറ്റ് ഒരു റൂമായിട്ട് തന്നെയാണ് വരുന്നത്. ഇതിൽ ഈ ഒരു ഡോറ് നമ്മളെപ്പോഴും ക്ലോസ് ചെയ്തിട്ടാറാണ്, ഓപ്പൺ ആക്കി ഇടാറില്ല. 2 വലിയ ഡോറുണ്ടല്ലോ, അപ്പോൾ ഇത് രണ്ടും ഓപ്പൺ ആക്കിയിട്ടാൽ വെറുതെ കുറേ സ്പേസ് പോവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഡോർ എപ്പോഴും ക്ലോസ് ചെയ്തിടാറാണ്. ഈ ഡോറിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുള്ളത്. ഒരു 4 സീറ്റർ ടേബിളാണ്. ഇവിടെ ഇപ്പോൾ ഇത് മതിയല്ലോ, നാട്ടിലെ പോലെ കുറേ ആളുകളൊന്നും ഇല്ലല്ലോ. പിന്നെ വല്ലപ്പോഴൊക്കെ അല്ലേ ഗസ്റ്റ് വരുള്ളൂ. ഇപ്പോൾ കൊറോണ ആയപ്പോൾ അതും ഇല്ല. അപ്പോൾ ഇത് തന്നെ ധാരാളമാണ്. ഈ ടേബിളിൻ്റെ മേക്ക് ഓവർ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ടേബിളിൻ്റെ മുകളിലായിട്ട് ഇതാ ആ ഒരു സൈഡിലായിട്ട് ഒരു ഫ്ലോട്ടിംഗ് ഷെൽഫുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ചെടികളും ബുക്സൊക്കെ വെച്ചിട്ടുണ്ട്. മുമ്പ് ഇവിടെ ആയിരുന്നു TV ഉണ്ടായിരുന്നത്. അപ്പോൾ TVൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ആ ഷെൽഫ് വെച്ചതായിരുന്നു. TV പക്ഷേ ഇവിടുന്ന് മാറ്റി അപ്പുറത്തേക്ക് മാറ്റി. ഷെൽഫ് മാറ്റിയിട്ടൊന്നുമില്ല, അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഈ ഒരു സ്പേസ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതാ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു 3 സീറ്റർ സോഫയുണ്ട്. സോഫയുടെ ഫ്രണ്ടിലായിട്ടൊരു കോഫി ടേബിളും ഉണ്ട്. ഈ സോഫയുടെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് TV അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. പിന്നെ ഈ സോഫയുടെ മുകളിലായിട്ടും വാൾ ഡെക്കോർ ഉണ്ട്. ഇത് മുമ്പത്തെ കേർട്ടൻ്റെ മാച്ചിങ് ആയിട്ട് ചെയ്തതായിരുന്നു. ഇപ്പോൾ ഇത് മാറ്റിയിട്ടൊന്നുമില്ല. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റണം. പിന്നെ ഈ ഒരു കോർണറിലാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുള്ള ആ ഒരു വാൾ ഡെക്കോർ ഫിക്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കോർണറിൽ തന്നെ ഒരു പ്ലാന്റ് സ്റ്റാൻഡും വെച്ചിട്ടുണ്ട്. നമ്മുടെ ലാഡർ പ്ലാന്റ് സ്റ്റാൻഡും ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. ഇനി ഈ സൈഡിലേക്കായിട്ട് ഒരു 2 സീറ്റർ സോഫയും ഒരു 1 സീറ്റർ സോഫയുണ്ട്. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അത്രയും നീളത്തിലുള്ള ഒരു വിൻഡോയും ഉണ്ട്. നമ്മൾ ഈ ഫ്ലാറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇഷ്ടമാവാതിരുന്നൊരു കാര്യമായിരുന്നു ഈ ഒരു വിൻഡോ. ഇപ്പോൾ ഈ ഒരു ഹാളിൻ്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ ഈ ഒരു വിൻഡോ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇനി ഈ ഒരു കോർണർ സ്പേസിൽ കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് വെച്ചിട്ടുണ്ട്. കുറച്ച് കോട്ട്സും കുറച്ച് ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ താഴെയായിട്ട് കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് ഈ വീട്ടിലുള്ളത് മണി പ്ലാന്റ് തന്നെയാണ് കേട്ടോ, അല്ലാതെ കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ. ആദ്യം ഈ ഒരു കോർണറിലായിരുന്നു ട്രെഡ്മില്ല് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിനെ അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ വലിയ മണി പ്ലാന്റ് ഉള്ളത്. ഇത് മുമ്പ് ഈ ഒരു വാളിൽ തന്നെ ആയിരുന്നു, പക്ഷേ കുറച്ചുകൂടി സെൻറ്ററിലേക്കായിരുന്നു. ഇപ്പോൾ ഇതിനൊരു സൈഡിലേക്കാക്കി മാറ്റിയിട്ടുണ്ട്. എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഈ മണി പ്ലാന്റിൻ്റെ ഗ്രോത്ത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. ഇതിപ്പോൾ മുകളിലേക്ക് വളർന്ന് സീലിംഗ് വരെ പോയി അവിടെ മുട്ടിയിട്ട് ഇതാ താഴേക്ക് വീണ്ടും വളർന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും ഉയരത്തിൽ വളർന്നപ്പോൾ പിന്നെ
വളരുന്നതിനനുസരിച്ച് ടേപ്പ് വെച്ചിട്ട് വാളിൽ ഫിക്സ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ അതങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. പിന്നെ ഈ വാളിൻ്റെ ഏറ്റവും സെൻട്രലായിട്ടാണ് TV വെച്ചിട്ടുള്ളത്. TVയുടെ അടുത്ത് തന്നെ ആയിട്ട് ഇവിടെ ഒരു മണി പ്ലാന്റും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കോർണർ സ്പേസിലാണ് ഇപ്പോൾ ട്രെഡ്മില്ല് വെച്ചിട്ടുള്ളത്. മുമ്പ് ഇവിടെ ആയിരുന്നു കേട്ടോ ടേബിൾ ഉണ്ടായിരുന്നത്. ടേബിളിനെ ഇവിടുന്ന് മാറ്റിയിട്ടാണ് ട്രെഡ്മില്ലിനെ ഇങ്ങോട്ട് വെച്ചത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഹാളിൻ്റെ ഒരു വ്യൂ. ഇനി ഞാൻ നിങ്ങൾക്ക് പഴയ ഹാൾ എങ്ങനെയായിരുന്നു എന്ന് കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ഇത്രയും ഒരു മാറ്റം ഫീൽ ചെയ്യിക്കാനുള്ളൊരു കാരണം ഈ ഒരു വിൻഡോ ആണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് തീരെ ഇഷ്ടമുണ്ടാവാതിരുന്നൊരു കാര്യമായിരുന്നു ഈ ഒരു വിൻഡോ. അതിനുള്ള കാരണം ഇതിൻ്റെ ഒരു കളറും ഇതിൻ്റെ ഷേപ്പൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ഫുൾ ഹൈറ്റുള്ള കർട്ടൻ ഇട്ടിട്ട് അതിൻ്റെ മുകളിലുള്ള ആ ഒരു ഷേപ്പൊക്കെ ഇങ്ങനെ മറക്കുകയാണ് ചെയ്തത്. അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ ചെയ്തു കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഹസ്ബൻഡിന് ഒരു ഐഡിയ തോന്നിയത്, ഇതിൻ്റെ പെയിൻറ്റിൻ്റെ കളർ മാറ്റിയാൽ തന്നെ കുറേയൊക്കെ ഒരു ലുക്ക് മാറിക്കിട്ടുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഗ്രീൻ കളർ മാറ്റിയിട്ട് വൈറ്റ് കളർ അടിച്ചു നോക്കിയത്. അപ്പോൾ വൈറ്റ് കളർ അടിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ ഫുൾ ലുക്ക് തന്നെ മാറിയിട്ടോ, ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് വന്ന്. പിന്നെ നമ്മൾ 2 ലെയറിൽ കർട്ടനൊക്കെ കൊടുത്തു. ഈ ഒരു വിൻഡോ ഏകദേശം ഈ വാളിൻ്റെ മുകളിൽ വരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുൾ ലെങ്ത്തിലുള്ളൊരു കർട്ടനാണ് ഇതിനിട്ടിട്ടുണ്ടായിരുന്നത്. ആദ്യം ഒരു ഐക്യ കർട്ടനാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കർട്ടനൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ വൈറ്റ് ഐക്യ എന്നാണ് വാങ്ങിച്ചത്. പിന്നെ പുറത്തുള്ളത് കുറച്ചും കൂടെ ഫ്ലെയറിൽ കുറച്ചിങ്ങനെ ചുരുക്കമായിട്ട് കിടക്കണമെന്ന് തോന്നിയപ്പോൾ ഐക്യ കർട്ടനൊന്നും അത്ര വീതി കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്തതാണ്. ഈ കർട്ടൻ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ്, മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 2 ലെയർ കർട്ടനും ഇതിൻ്റെ ബാക്കിൽ വൈറ്റ് പെയിൻറ്റും കൂടെയൊക്കെ കൊടുത്തപ്പോൾ ഈ ഹാൾ തന്നെ മൊത്തത്തിൽ മാറിയ പോലെ തന്നെ ഞങ്ങൾക്ക് തോന്നിയിട്ടോ. പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളെ വരുത്തിയിട്ടുള്ളൂ. ട്രെഡ്മില്ല് ആ ഒരു കോർണറിലായിരുന്നു. അവിടുന്ന് ട്രെഡ്മില്ല് എടുത്തിട്ട് അവിടെ കുറച്ച് ചെടികളൊക്കെ പ്ലേസ് ചെയ്തു. എന്നിട്ട് ട്രെഡ്മില്ലിനെ ഈ ഒരു കോർണറിലേക്ക് മാറ്റി. ഇവിടെ ആയിരുന്നു മുമ്പ് ടേബിൾ ഉണ്ടായിരുന്നത്. ടേബിളിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് ട്രെഡ്മില്ല് അവിടെ വെച്ചു. എന്നിട്ട് ടേബിൾ മുൻപ് TV വെച്ചിരുന്ന ആ ഒരു വാളിലേക്ക് മാറ്റി. പിന്നെ നമ്മൾ ടേബിൾ ഒന്ന് പെയിൻ്റൊക്കെ മാറ്റി ഒന്ന് കുട്ടപ്പനാക്കിയെടുത്തു. അപ്പോൾ അത് വിൻഡോയ്ക്ക് പെയിൻ്റ് അടിച്ചപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള പെയിൻറ്റ് ഇതിൽ പ്രയോഗിച്ചതാണ്. TV എന്നിട്ട് ഈ ഒരു വാളിൻ്റെ സെൻറ്ററിലായിട്ടും പ്ലേസ് ചെയ്തു. പിന്നെ കുഷൻ കവേഴ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു, കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് വെച്ചു, വാൾ ഡെക്കർ ഉണ്ടാക്കി വെച്ചു. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പുതിയതായിട്ടുള്ളത്. ബാക്കിയൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ ഈ ഹാളിലുള്ള പലതിൻ്റെയും വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.